ഓക്കെ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ? നമ്മൾ പുതിയൊരു ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള, അതായത് ബേസിക് സയൻസ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, ഒന്ന് USS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ ഫിഷ് പൊംപാനോ? നോക്കടാ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വായിക്കണം. ഇവിടെ നമ്മളോട് ചോദിച്ചുള്ളത് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ ഫിഷ് പൊംപാനോ. പൊംപാനോ ഫിഷുമായിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നല്ല ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വറ്റ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വറ്റ. രണ്ടാമത്തെ ഓപ്ഷൻ ഇറ്റ് ഈസ് എ ഫ്രഷ് വാട്ടർ ഫിഷ്. അതൊരു ഫ്രഷ് വാട്ടർ ഫിഷ് ആണെന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തത് ക്യാൻ ബി ഗ്രോ ഇൻ സീ ആൻഡ് ലേക്ക്. കടലിലും അതുപോലെ തന്നെ കായലിലും എല്ലാം കാണുന്ന ഒരു ഫിഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി, ഓപ്ഷൻ ഡി, റിസർച്ച് ഈസ് ഇൻ പ്രോഗ്രസ് ഫോർ ഗ്രോയിങ് ദിസ് ഫിഷ് ഇൻ പോൺസ്. അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് എ ഫ്രഷ് വാട്ടർ ഫിഷ്. അതാണ് ഓപ്ഷൻ, ഇറ്റ് ഈസ് എ ഫ്രഷ് വാട്ടർ ഫിഷ്. അത് ഇൻകറക്റ്റ് ആണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ. അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് തുരിഷ്? തുരിഷ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് തുരിഷ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തന്നിട്ടുള്ളത് ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. രണ്ടാമത് നോക്കാം, കോപ്പർ സൾഫേറ്റ്. രണ്ടാമത്തത് കോപ്പർ സൾഫേറ്റ്. മൂന്നാമത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. പിന്നെ നാലാമത് നമുക്ക് തന്നിട്ടുള്ളത് സോഡിയം ക്ലോറൈഡ്. അത് നമുക്കറിയാം എന്താണ്, സാൾട്ടാണ്. കോമൺ സാൾട്ടിന് നമ്മൾ പറയുന്ന പേരാണ് സോഡിയം ക്ലോറൈഡ് അഥവാ NaCl. NaCl സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ NaCl എന്ന് പറയുന്നത് ഡി, ഓപ്ഷൻ ഡി ആയിട്ട് തന്നിട്ടുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 എന്നത് തന്നിട്ടുണ്ട്. കാൽസ്യം കാർബണേറ്റ് CaCO3 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കോപ്പർ സൾഫേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, തുരിശ് എന്ന് പറയുക. CuSO4 കോപ്പർ സൾഫേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തുരിശ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the ability of muscles to work for long hours without fatigue is known as? ധാരാളം സമയം, ദീർഘസമയം നമുക്ക് മസിൽസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു പ്രവൃത്തി ചെയ്യാണ്. അതിനെ നമ്മൾ എന്താണ് പറയുക? എ, മസിൽ സ്ട്രെങ്ത്. മസിലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയണോ? അതോ ബി ഓപ്ഷൻ മസിലിൻ്റെ എൻഡ്യൂറൻസ് എന്ന് പറയണോ? ഓപ്ഷൻ സി, ഫ്ലെക്സിബിലിറ്റി. മസിലിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്നാണോ പറയുക? അതോ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് എന്നാണോ പറയുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കുക. The ability of muscles work for long hours without fatigue is known as muscle endurance. Option B is the correct answer. Muscle endurance ആണ് correct answer ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, മസ്കുലാർ എൻഡ്യൂറൻസ് ആയിട്ട് നിങ്ങൾ എന്ത് എഴുതണം, ആൻസർ കാണണം. തന്നിട്ടുള്ളത് മസ്കുലാർ സ്ട്രെങ്ത് ഉണ്ട്, മസ്കുലാർ എൻഡ്യൂറൻസ് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസും ഉണ്ട്. എന്നാൽ കാർഡിയോ റെസ്പിറേറ്ററി ഏതിൽ വരുന്നതാണ്? നമ്മൾ ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വരുന്നതാണ്. തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഏതാണ്? മസ്കുലാർ എൻഡ്യൂറൻസ് ആണ്. സോ ആ ഓപ്ഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ബബിൾ ചെയ്യേണ്ടത്. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following largest image is obtained? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഇമേജ് ഏതിനാണ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ലെൻസും ഉണ്ട്, അതിൽ മിററും ഉണ്ട്. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ അല്ലേ? കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ. കൺഫ്യൂഷൻ ആവും സാധാരണ. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ലെൻസുകളല്ല,
കോൺവെക്സ് മിറർ ആണോ കോൺകേവ് മിറർ ആണോ വെച്ചാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കോൺകേവ് മിറർ. കോൺകേവ് മിറർ ആണ് നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ലാർജസ്റ്റ് ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് കോൺകേവ് മിററിലാണ്. അതുകൊണ്ട് തന്നെ കോൺകേവ് മിറർ ഈസ് യൂസ്ഡ് ആസ് എ ഷേവിംഗ് മിറർ. ഷേവിംഗ് മിറർ ആയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് കോൺകേവ് മിറർ ആണ്. ഡെന്റിസ്റ്റുകൾ ഏത് മിററാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാലും അതും എന്താണ് കോൺകേവ് മിറർ ആണ്. സോളാർ ഫർണസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിറർ ഏതാണ് ചോദിച്ചാലും അതും എന്താണ് കോൺകേവ് മിറർ ആണ്. അപ്പോൾ ലാർജസ്റ്റ് ഇമേജ് കിട്ടുന്നത് ഏതിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺകേവ് മിറർ ആണ്. അത് കാരണത്താലാണ് അത് ഡെന്റിസ്റ്റുകളും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സോളാർ ഫർണസിലും പിന്നെ അതുപോലെ ഷേവിംഗ് മിററും ആയിട്ടെല്ലാം യൂസ് ചെയ്യാനുള്ള കാരണം അതാണ്. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിറ്റാമിനും അതിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള ഡിസീസസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്കർവി ഈസ് എ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസ്. ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസസ് സ്കർവി. സ്കർവി ഉണ്ടാക്കുന്നത് താഴെ തന്നിരിക്കുന്ന വിറ്റാമിനുകളിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിറ്റാമിൻ എ ആണോ? അല്ല, വിറ്റാമിൻ എ അല്ല. വിറ്റാമിൻ B6 ആണോ? അല്ല, വിറ്റാമിൻ B6ഉം അല്ല. വിറ്റാമിൻ സി ആണോ? നമുക്ക് നോക്കാം. വിറ്റാമിൻ കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡിന് വേണ്ടി നമ്മൾ സഹായിക്കുന്നത് ഏതാണ് ചോദിച്ചിട്ടുള്ളത്, അതാണ് വിറ്റാമിൻ കെ. തന്നിരിക്കുന്നതിൽ സ്കർവി ആണ് നമ്മളെ ഡിസീസ് തന്നിട്ടുള്ളത് അല്ലേ? സ്കർവി ആണ് ഡിസീസ് തന്നിട്ടുള്ളത്. സ്കർവി ആണ് ഡിസീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതിൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ സി ആണ് കറക്റ്റ് ആൻസർ. വിറ്റാമിൻ സി. സ്കർവി ഈസ് എ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസ് ഡെഫിഷ്യൻസി ഓഫ് കോസ്ഡ് ബൈ വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ഏത്? സ്കർവി. ഓർത്ത് വെക്കുക കേട്ടോ, സ്കർവി. ദ ലെൻസ് യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്സ് ടു മാഗ്നിഫൈ ഒബ്ജക്ട്സ്. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ? ലാർജസ്റ്റ് ഇമേജ് കിട്ടുന്നത് ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ നോക്കുക, ലെൻസാണ് ക്വസ്റ്റ്യൻ. മിററിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ദ ലെൻസ് യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്സ് ടു മാഗ്നിഫൈ ഒബ്ജക്ട്സ്. കോൺവെക്സ് ആണോ കോൺകേവ് ലെൻസ് ആണോ അതോ കോൺകേവ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ് ആണോ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ് ആണോ എന്നാണ് നമ്മൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. വളരെ ഡിഫിക്കൽട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. കാരണം ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ദ ലെൻസ് യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്പ് ടു മാഗ്നിഫൈ ഒബ്ജക്ട്സ് ഈസ് കോൺവെക്സ് ലെൻസ്. ആൻസർ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് കറക്റ്റ് ആൻസർ ആയിട്ട് എഴുതാം. ഒരു GK ക്വസ്റ്റ്യനുമാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. നോക്കുക, ഒരു GK ക്വസ്റ്റ്യനുമാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. നമ്മളൊന്നും അത്ര ഫെമിലിയർ അല്ല ഈ ക്വസ്റ്റ്യനെ കുറിച്ച്. ആ ക്വസ്റ്റ്യൻ ഏതാ നോക്കുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് സെലക്റ്റഡ് ആസ് ദി സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഓഫ് കേരള. സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഓഫ് കേരള, കേരളയുടെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്നത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ബ്ലൂ മോർമോൺ, സദേൺ ബേർഡ് വിങ്, ബുദ്ധമയൂരി, കോമൺ പീക്കോക്ക്. ദ കറക്റ്റ് ആൻസർ ഈസ് കോമൺ പീക്കോക്ക്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി കോമൺ പീക്കോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഓഫ് കേരള ഈസ് കോമൺ പീക്കോക്ക്. കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കൺസ്ട്രക്ഷൻ എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് അല്ലാത്തത്. നോട്ട്, ഈ നോട്ട് കണ്ടില്ലെങ്കിൽ നമ്മൾ ആൻസർ തെറ്റിപ്പോകും മക്കളെ, ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടോ, ഒരു നോട്ട് കണ്ടോ? വിച്ച് കൺസ്ട്രക്ഷൻ എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാ നോക്കുക. ഓപ്ഷൻ എ റെയിൻ ഷെൽട്ടർ. ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ള ഏതാണ്? റെയിൻ ഷെൽട്ടർ. ഓപ്ഷൻ ബി പോളി ഹൗസ്. ഓപ്ഷൻ ബി പോളി ഹൗസ്. ഓപ്ഷൻ സി വിൻഡ് ഗേജ്. ഓപ്ഷൻ ഡി ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസ് എന്താണ്? നമ്മളെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പോളി ഹൗസ് എന്താണ്? അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റെയിൻ ഷെൽട്ടറും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ വിൻഡ് ഗേജ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. therefore the correct answer is wind gauge is the correct answer. So അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും നല്ല എനർജറ്റിക് അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ?
നന്നായിട്ട് പഠിച്ചെടുക്കുക. കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ഒരു സമയമാണത്. ഇനി കുറച്ച് ദിവസങ്ങളെ പരീക്ഷയ്ക്കുള്ളൂ. നന്നായിട്ടൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ, നന്നായിട്ടൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഒരു USS സ്കോളറായി മാറാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ, നമുക്കറിയാം ഏപ്രിൽ 26-നാണ് നമ്മളെ പരീക്ഷ. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സമയമൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. Name the eye disease in which the lens in the eye becomes opaque. ഓക്കെ, ഐ ഡിസീസ് താഴെ തന്നിരിക്കുന്നതിൽ ഐ ബിക്കംസ് ഒപ്പേക്കായി മാറാനുള്ള സാഹചര്യം ഏതിലാണ്? ഐ ലെൻസ് ഒപ്പേക്കായിട്ട് മാറിയിട്ടുണ്ടാവുന്ന ഡിസീസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ലെൻസ് ഐ ബിക്കംസ് ഒപ്പേക്ക്, ദാറ്റ് ഈസ് ലോങ് സൈറ്റ് തന്നിട്ടുണ്ട്, ഷോർട്ട് സൈറ്റ് തന്നിട്ടുണ്ട്, കാട്രാക്ട് തന്നിട്ടുണ്ട്, അതേപോലെ ഗ്ലോക്കോമ തന്നിട്ടുണ്ട്. ആൻസർ ഈസ് ലോങ് സൈറ്റ് ആൻസർ ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following landed on the moon the most recently? കണ്ടോ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത കണ്ടോ? റീസെൻ്റ്ലി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു GK ക്വസ്റ്റ്യനോ ഒരു കറണ്ട് അഫെയർ ആയിട്ടോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ സയൻസുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ who among the following landed on the moon most recently? ഏറ്റവും റീസെൻ്റ് ആയിട്ട് മൂണിൽ ലാൻഡ് ചെയ്തത് ആരാണെന്നാണ്? എഡ്വിൻ ആൾഡ്രിൻ ആണോ അതോ യുഗാനെ സെർമൻ ആണ് കേട്ടോ. CERMAN ആണ്. നോക്കുക, ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ ഈ പേരൊന്ന് ശ്രദ്ധിക്കണം. CERNAN എന്നാണ് കേട്ടോ. CERNAN എന്നാണ്. ഡേവിഡ് സ്കോട്ടാണ് C. അലൻ ഷെപ്പേർഡാണ് D ഓപ്ഷനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഇതാണ്, സെർനാൻ. കറക്റ്റ് ആൻസർ ഈസ് സെർനാൻ. Which among the following landed on the moon most recently is സെർനാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Identify the equipment used to observe distant objects more close and clear. ദൂരെയുള്ള വസ്തുക്കളെ ഏറ്റവും അടുത്തും ക്ലിയർ ആയിട്ടും കാണാൻ സഹായിക്കുന്ന എക്യുപ്മെൻ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ടെലഗ്രാഫ് ആണോ? ടെലഗ്രാഫിന് ഇതുമായിട്ട് ഒരു ബന്ധമല്ല, അതുകൊണ്ട് ടെലഗ്രാഫ് അല്ല. പിന്നെ ഉള്ളത് എന്താണ്? പെരിസ്കോപ്പ്, എൻഡോസ്കോപ്പ്, ടെലസ്കോപ്പ്. ആൻസർ ഈസ് ടെലസ്കോപ്പ്. കറക്റ്റ് ആൻസർ ഈസ് ടെലസ്കോപ്പ്. ഓക്കെ, the equipment used to observe distant objects more close and clear is telescope. Next question. An example for false fruit is jackfruit, mango, cashew fruit, custard apple. Answer is custard apple. Come to the next question. pH വാല്യൂവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള pH വാല്യൂവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. pH വാല്യൂ ഓഫ് എ ന്യൂട്രൽ സൊല്യൂഷൻ. pH വാല്യൂ നമ്മൾ പറയുക എങ്ങനെയാ? ഒരു സ്കെയിലാണ്, 0 to 14 വരെയുള്ള ഒരു സ്കെയിലാണ്. അതിൽ 7നെ നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്രൽ പോയിന്റ് എന്ന് പറയും. 7ൽ താഴെ വാല്യൂ വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് പറയും? ആസിഡ് ആണെന്ന് പറയും. 7ന് മുകളിലേക്കാണെങ്കിൽ നമ്മൾ അവയെ ബേസ് ആണെന്ന് പറയും, അല്ലേ? എന്നാൽ 7 ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ന്യൂട്രൽ സൊല്യൂഷൻ ആണെന്ന് പറയും. Therefore ആൻസർ ഓപ്ഷൻ എ 0 അല്ല, ഓപ്ഷൻ ബി 14 അല്ല, ഓപ്ഷൻ സി 10 അല്ല, ഓപ്ഷൻ ഡി 7 is the correct answer. Come to the next question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which among the following is causing most exhaustion of biodiversity? ബയോഡൈവേഴ്സിറ്റിക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കുന്നത് എന്താണ്? പൊല്യൂഷൻ ഒരു പ്രോബ്ലമാണ്, ഹണ്ടിങ് ഒരു പ്രോബ്ലമാണ്, ലോസ് ഓഫ് ഹാബിറ്റാറ്റ്, ബയോവൈറസ്. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കറക്റ്റ് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്, ലോസ് ഓഫ് ഹാബിറ്റാറ്റ്. ദ കറക്റ്റ് ആൻസർ ഈസ് ലോസ് ഓഫ് ഹാബിറ്റാറ്റ്. Come to the next question. What should be the angle of throw of an object in order to fall at a longer distance? ഏറ്റവും ദൂരെ പോയി വീഴാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊജക്റ്റൈൽ എന്നൊക്കെയാണ് പറയുക. എറിയുന്നൊരു സംഭവത്തിന് നമ്മൾ പ്രൊജക്റ്റൈൽ എന്നല്ല, നിങ്ങൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ പഠിക്കുക. അങ്ങനെ ഒരു ആൾ ഇവിടെ ഉണ്ട് വിചാരിക്കുക. ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? ലോങ് ഡിസ്റ്റൻസിലേക്ക് എറിയാണ്. ഇങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് എറിയുന്ന സമയത്ത്
അത് എത്രയായിരിക്കും അതിൻ്റെ ഡിഗ്രി ആയിട്ട് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് 20 ഡിഗ്രിയിലാണോ, അതോ 30 ഡിഗ്രിയിലാണോ, 45 ഡിഗ്രി ആണോ, 60 ഡിഗ്രി ആണോ എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഒരു സംശയം വേണ്ട. The object should be, what should be the angle of throw of an object in order to fall at a long distance? Option C 45 degree. Option C 45 degree ആണ് എന്തായിട്ട് എടുക്കേണ്ടത്, നമ്മൾ അതിൻ്റെ ആംഗിൾ ആയിട്ട് എടുക്കുന്നത്. ലോങ് റേഞ്ചിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എത്രയായിരിക്കും? 45 ഡിഗ്രി. സോ കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the reason behind the traditional method of dipping of limestone കിഴി in well? വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ലൈംസ്റ്റോണിൻ്റെ കിഴി ഇടും. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിക്കുന്നത്. വാട്ടർ ടു ക്ലിയർ വാട്ടർ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ റിമൂവ് ടോക്സിൻസ്. മൂന്നാമത്തെ റെഗുലേറ്റ് ദ pH വാല്യൂ. pH വാല്യൂ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. pH വാല്യൂ ടു സെറ്റിൽ ദി സിൽസ്. ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ടു റെഗുലേറ്റ് pH വാല്യൂ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ടു റെഗുലേറ്റ് pH വാല്യൂ ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഡിപ്പിംഗ് ലൈംസ്റ്റോൺ കിഴി ഇൻ ദ വെൽ ചോദിച്ചു കഴിഞ്ഞാൽ ടു റെഗുലേറ്റ് pH വാല്യൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തത്, നമ്മൾ ഡിസ്കസ് ചെയ്തത്. സയൻസുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പുതിയ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാവരും അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയെടുത്തിട്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.